ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമലയിലെ സംഘടിത സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപട്ടികയും അന്വേഷണവും കുറ്റപത്രവും നീളുകയാണ്. പാളിയിൽ തുടങ്ങി കൊടിമരം വരെ എത്തി നിൽക്കുന്ന പെരും കൊള്ളയിൽ SIT കണ്ടെത്തലുകൾ അറിയാൻ ഇനിയും കാത്തിരിക്കണം. പോറ്റിയിൽ തുടങ്ങിയ തന്ത്രി വരെ എത്തി നിൽക്കുന്ന അറസ്റ്റിനൊടുവിലും ചോദ്യങ്ങൾ ബാക്കിയാണ്. അന്വേഷണത്തിൽ ഹൈക്കോടതി പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തുമ്പോഴും കുറ്റപത്രം നീണ്ടുവെന്ന ഒറ്റ കാരണത്താൽ ജയിലിൽ കയറിയ പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്നതാണ് കാഴ്ച. തൊണ്ടി ഇനിയും കണ്ടെത്തിയിട്ടില്ല. കട്ടമുതലിന്റെ കണക്ക് ഇനിയും തിട്ടപ്പെടുത്തിയിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും സമയം തേടുമ്പോൾ അന്വേഷണം നീളുന്നോ അതോ പാളുന്നോ എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് D. സുരേഷ് കുമാറാണ് CPM പ്രതിനിധിയായുള്ളത്. അഡ്വക്കേറ്റ് VR അനൂപ് കോൺഗ്രസിൽ നിന്നും, TK രാജഗോപാൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ അഭിഭാഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ഇപ്പോൾ ഈ ഇടക്കാല റിപ്പോർട്ടിന്മേലുള്ള ഇടക്കാല ഉത്തരവിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. ഇപ്പോൾ ദ്വാരപാലകപ്പാളിയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ 4 പ്രതികളുടെ പങ്ക് പരിശോധിച്ചു എന്നാണ് SIT ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 2 പ്രതികളുടെ പങ്ക് സ്ഥിരീകരിച്ചുവെന്നും SIT പറയുന്നുണ്ട്. മറ്റു 2 പ്രതികളുടെ പങ്ക് പരിശോധിക്കുകയാണെന്ന് SIT പറയുന്നു. ഇതിലൊരു പ്രതിക്ക് കട്ടിടപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയിലും പങ്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഉന്നയിക്കുന്ന CPM ഉന്നയിക്കുന്ന വിഷയത്തിൽ കൂടി ഇപ്പോൾ കോടതി ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. പരാമർശങ്ങളല്ല, ഉത്തരവ് തന്നെയാണ്. അതിൽ SIT അല്ല അന്വേഷിക്കുന്നത്, വിജിലൻസിനാണ് അന്വേഷണത്തിന് ചുമതല നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വർണ്ണപ്പാളിയിലെ 2 FIRകൾ ഉണ്ടല്ലോ, സ്വർണ്ണപ്പാളി അതോടൊപ്പം തന്നെ 2 FIRകളാണ്. ആ 2 FIRകളുടെ കാര്യത്തിൽ അതിനോട് ചേർത്ത് വെക്കാവുന്നതാണോ ഈ കൊടിമരവും? അങ്ങനെയാണോ നിങ്ങൾ അതിനെ കാണുന്നത്? ബഹുമാനപ്പെട്ട സ്മൃതി ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അന്വേഷണം നീളുന്നോ അതോ പാളുന്നോ എന്നാണ് ചോദിച്ചത്. ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ അന്വേഷണത്തിൻ്റെ ഇതുവരെയുള്ള ഗതിവിഗതികൾ പരിശോധിക്കുമ്പോൾ അന്വേഷണം നീണ്ടാലും പാളുന്ന പ്രശ്നമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അന്വേഷണം അതിൻ്റെ കൃത്യമായ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻട്രോയിലും എന്നോടുള്ള ചോദ്യത്തിലും വിട്ടുപോയൊരു ഭാഗം, അന്വേഷണത്തിൻ്റെ 5ാം ഘട്ട റിപ്പോർട്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ സീൽഡ് കവറിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ഈ കേസിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ഏതൊരു കേസിനും ഒരു തുടക്കമുണ്ടാകുമല്ലോ. ഒരു ക്രിമിനൽ കോൺസ്പിറസി, ഈ സ്വർണം കട്ടെടുക്കാൻ പ്രതികൾ ഗൂഢാലോചന നടത്തിയത്, അതിനു വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കിയത്, അത് എവിടെ നിന്നാണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാതെ കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ ഈ കേസ് പൊട്ടിപ്പോകുമെന്ന് ഏതൊരാൾക്കും, അത് വലിയ നിയമവിദഗ്ധനാകണമെന്നില്ല, എന്നാൽ നിയമവിദഗ്ധരടക്കമുള്ള ആളുകൾ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരുമൊക്കെ ആവർത്തിച്ച് കുറ്റപത്രം സമർപ്പിച്ച് ഈ കേസ് പൂർത്തീകരിക്കണം എന്ന രൂപത്തിൽ പറയുമ്പോൾ അതല്ല, കൃത്യതയോടുകൂടി ഈ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ അന്വേഷണത്തിൻ്റെ ആഴങ്ങൾ വളരെ കൃത്യമായി വ്യക്തമാവുകയുള്ളൂ. ഈ കേസിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഏത് തരത്തിലാണ് ഇവർ ഇതിനകത്ത് കടന്നു കയറിയത്, ആരെയൊക്കെ പ്രയോജനപ്പെടുത്തിയാണ് ഈ സ്വർണം അവിടെ നിന്നും അടിച്ചു മാറ്റിയത്, ഇത് വളരെ കൃത്യമായ നിലയിലേക്ക് പോകുമ്പോൾ ആർക്കാണോ ഹാലിളക്കമുണ്ടാകുന്നത് അവരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെ നേർക്ക് കാര്യങ്ങൾ തിരിയുമ്പോൾ അത് പാടില്ല, അന്വേഷണം ഇവിടെ വച്ച് അവസാനിക്കണം എന്ന മുറവിളി വളരെ കൃത്യതയോടുകൂടി കൂട്ടത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ആശങ്കയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ല. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഒരു സമാന്തര അന്വേഷണം, ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിജിലൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. സിമൻറ്റിൽ സ്ഥാപിച്ച സ്വർണ്ണ കൊടിമരം അത് കാലഹരണപ്പെട്ടു പോയതാണ്, അത് മറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തി. അതടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷിക്കുകയാണ്. ഈ അന്വേഷണമല്ല, ഇത് SIT-യോടല്ലോ ഇപ്പോൾ കോടതി ആവശ്യപ്പെടുന്ന, വിജിലൻസിനോടാണ്. അപ്പോൾ അതിനർത്ഥം ഈ സ്വർണ്ണക്കൊള്ളയുമായി ചേർത്ത് വെക്കാവുന്നതാണ് ഇതെന്ന് കോടതി കരുതുന്നില്ല എന്ന് തന്നെ വേണം. കാരണം
SIT അന്വേഷിക്കുന്ന അന്വേഷണത്തിൽ പെടുന്നതല്ല ഇത്. SIT നേരത്തെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ SITയുടെ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ ഭാഗമാക്കാവുന്ന വിഷയമല്ല. ഒന്നാമത്തെ കാരണം അതിലൊരു അഭിഭാഷക കമ്മീഷൻ ഉണ്ടായിരുന്നു. അഭിഭാഷക കമ്മീഷന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ പറഞ്ഞ സ്വർണ്ണ കൊടിമരം താഴെ ഇറക്കിയത് അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠ നടന്നിട്ടുള്ളത്. മാത്രമല്ല അതത് സമയങ്ങളിൽ ദേവസ്വം ബെഞ്ചിനെ കാര്യങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ആ ഒരു വ്യത്യാസം അവിടെയുണ്ട്. അവിടെ അഭിഭാഷക കമ്മീഷൻ അതിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ പാളികൾ നഷ്ടപ്പെട്ടതുമായി ചേർത്ത് വയ്ക്കാവുന്നതല്ല എന്നാണ് കോടതി ഇപ്പോൾ ഇത് വിജിലൻസിനെ ഏൽപ്പിച്ചതുകൂടെ മനസ്സിലാക്കുന്നത്. അല്ല, കോടതി ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കോടതിയുടെ മനസ്സ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. എന്തായിരുന്നാലും ശരി, ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. 5ാം അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ എത്തിയിരിക്കുന്ന ദിവസം ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടി വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദേവസ്വം മാനുവൽ നഗ്നമായി ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കൊടിമര മാറ്റവുമായി ബന്ധപ്പെട്ട്. അത് വളരെ സ്പഷ്ടമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത നിലത്തിൽ സാമ്പത്തിക അരാജകത്വം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നിലവിൽ എത്രയാണോ തുക വേണ്ടി വരുന്നത് അതിനേക്കാൾ അതിൻ്റെ 10 മടങ്ങ് തുക സെലിബ്രിറ്റികളിൽ നിന്നും മറ്റ് സമ്പന്നരായിട്ടുള്ള ആളുകളിൽ നിന്നും സ്പോൺസർഷിപ്പിലൂടെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടെയാണ്. നമ്മളൊക്കെ കരുതുന്നത് പോലെയല്ല, അതിനേക്കാളേറെ സമാനതകളില്ലാത്ത അഴിമതി ആ കാലയളവിൽ നടന്നിട്ടുണ്ട് എന്ന രൂപത്തിലേക്ക്. അന്ന് ഐക്യജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്. ശ്രീ അജയ് തറയിലാണ് ദേവസ്വം മെമ്പർ. അന്ന് ഈ ഹിന്ദു MLA-മാരുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷം അനുസരിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി കൂടെ ആ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ദേവസ്വം മാനുവൽ ലംഘിക്കപ്പെടുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കാനും വിലയിരുത്താനും തിരുത്തിക്കാനും ഉത്തരവാദിത്തപ്പെട്ട അന്നത്തെ സർക്കാർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് ഈ കണ്ടെത്തലിൽ വളരെ നിർണായകമാണ് എന്നുള്ളത് കൂടെ നിങ്ങൾ ചില ഘട്ടങ്ങളിൽ സർക്കാരിന് ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളിൽ പങ്കില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ ദേവസ്വം മന്ത്രി മുൻ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വരുമ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പറയുന്നത് സർക്കാരിലല്ലോ. സർക്കാർ ഈ പറഞ്ഞ ദേവസ്വം ബെഞ്ചിനെ നിയോഗിക്കുന്നു, ദേവസ്വം ബെഞ്ചിലേക്ക് ആളുകളെ നിയോഗിക്കുന്നു അല്ലെങ്കിൽ പാർട്ടി നിയോഗിക്കുന്നു. അതിനുശേഷം അതിന്മേൽ തീരുമാനങ്ങൾ മുഴുവൻ ദേവസ്വം ബോർഡാണ്. അതിൽ ഞങ്ങൾക്ക് പങ്കില്ല, അതിൽ സർക്കാരിന് പങ്കില്ല എന്നാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ UDF കാലത്തേത് എന്ന് പറയുമ്പോൾ UDF സർക്കാരിന്റെ പങ്ക് എന്ന രൂപത്തിൽ തന്നെ ആരോപിക്കുകയാണോ? സ്മൃതി, ഞാൻ പറഞ്ഞത് സ്മൃതി ശ്രദ്ധയോടുകൂടി കേൾക്കാത്തത് കൊണ്ടാണ്. ഞാൻ സ്മൃതി പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടാണ് മറുപടി പറയുന്നത്. ദേവസ്വം മാനുവലിൻ്റെ നഗ്നമായ ലംഘനം ഈ കാലയളവിൽ നടക്കുമ്പോൾ ചില ആളുകളെങ്കിലും മൗനം പാലിച്ചത് കൊണ്ടാണ്. ഇപ്പോഴെന്താണ്, ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ തന്നെ സർക്കാർ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് ഈ അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ടുള്ള അനുകൂലമായ നിലപാടാണ് സർക്കാർ ഉൾപ്പെടെ ഇന്നത്തെ സമീപകാലത്ത് മനസ്സിലാക്കാൻ അല്ലേ അന്ന് അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷക കമ്മീഷന് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടുന്ന കാര്യമാണ്. അവിടെ എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇവിടെയാണ് ഒരു പ്രസക്തമായി നമ്മൾ യഥാർത്ഥ പോയിന്റിൽ നിന്ന് മാറിപ്പോകരുത്. ഈ അന്വേഷണം ഇത്തരത്തിൽ എലാബറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അന്വേഷണം അങ്ങനെ പോകേണ്ടുന്ന കാര്യമില്ല. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായി കൂട്ടക്കരച്ചിൽ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേട്ടു. ആ കൂട്ടക്കരച്ചിലിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശനായിരുന്നു. അന്ന് ഓഡിയൻസിന് ഇത് കൃത്യമായി മനസ്സിലായില്ല, എന്തിനാണ് ഈ കൂട്ടക്കരച്ചിൽ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്. ഇന്നാണത് വളരെ കൃത്യമായത്. എന്തുകൊണ്ടാണ്? അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ, അടുത്ത സ്റ്റെപ്പ് കയറിയാൽ സ്വാഭാവികമായും പിടിവീഴുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം വളരെ കൃത്യമായി ആഞ്ഞടിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരെ മാത്രമല്ല, ഹൈക്കോടതിയുടെ ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ചിനെ കൂടെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, മുൻവിധിയോടുകൂടി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ചില ആക്ഷേപ ശരങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി ചെയ്തു. അത് ഇന്നാണ് മനസ്സിലാകുന്നത്. സമയത്ത് ഇപ്പോൾ പ്രതികൾ ഓരോരുത്തരായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നിപ്പോൾ N വാസുവിന്റെ ജാമ്യത്തിലും തീരുമാനമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും വൈകിയാണ് വന്നിട്ടുള്ളത്. ഞങ്ങളെ പ്രതിനിധിയിലേക്ക് പോയ ശേഷം കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് വരാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3 പേർ പ്രതികളാകുമെന്നാണ് SIT പറയുന്നത്. ദ്വാരപാലക പാളിക്കേസിൽ 2 പേരെയും കട്ടിളപ്പാളിക്കേസിൽ ഒരാളെയുമാണ് പ്രതി ചേർക്കുക. അതേസമയം
കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിൽ പ്രാഥമിക അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയെന്ന വിവരവും ഹരിമോഹൻ, നമുക്കിപ്പോൾ ഇടക്കാല റിപ്പോർട്ട് ഇടക്കാല ഉത്തരവ് പുറത്തു വരുമ്പോൾ എന്താണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് പറയുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേർ പ്രതികളാകും എന്നാണോ? നിലവിലെ പ്രതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദീകരിക്കുകയാണോ? സ്മൃതി, ഇടക്കാല ഉത്തരവ് പുറത്തു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത് 3 പേരെ കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. 3 പേർ കൂടി പ്രതികളാകുന്നു. ദ്വാരപാലക പാളികളിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ 2 പേരെ കൂടി പ്രതി ചേർക്കും. കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ ഒരാളെ കൂടി പ്രതി ചേർക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ 3 പ്രതികൾ കൂടി ഉണ്ടാകും എന്നുള്ളതിന്റെ വിവരങ്ങളാണ് SIT ഹൈക്കോടതിയെ ധരിപ്പിച്ചത്. അവരുടെ പേര് വിവരങ്ങളടക്കം SIT റിപ്പോർട്ടിൽ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. പക്ഷേ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ആ 3 പേർ കൂടി പ്രതികളാകും എന്നുള്ളതിന്റെ സൂചനകളാണ് വരുന്നത്. ഇവരുടെ 3 പേരുടെ പങ്ക് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇതിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. ദ്വാരപാലക പാളിക്കേസും കട്ടിളപ്പാളി കേസുമാണല്ലോ അല്ലേ? സ്മൃതി, തീർച്ചയായിട്ടും ദ്വാരപാലക പാളികളിൽ 2 പേർ, കട്ടിളപ്പാളിയിൽ ഒരാൾ, അങ്ങനെ ആകെ 2 കേസുകളിലുമായി 3 പേർ കൂടി പ്രതികളാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഇനിയും ഇപ്പോൾ ഒരാളുടെ കൂടി പങ്ക് പരിശോധിച്ചു വരികയാണ്. അതായത് 4 പേരുടെ പങ്കാണ് SIT പരിശോധിച്ചുകൊണ്ടിരുന്നത്. അതിൽ 3 പേരുടെ പങ്കിനെ കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അത് അവർ കൂടി പ്രതികളാകും എന്നുള്ളതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്ഥിരീകരിച്ച വിവരം, അതായത് SIT ഇവരുടെ പങ്കിനെ കുറിച്ച് സ്ഥിരീകരിച്ച് അത് ഹൈക്കോടതിയെ അറിയിക്കുകയും ഹൈക്കോടതി അത് ഇടക്കാല ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പേര് വിവരങ്ങൾ ഇടക്കാല ഉത്തരവിൽ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും SIT അത് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അത് വരും ദിവസങ്ങളിൽ ഈ കൂടുതൽ കുറ്റപത്രം സമർപ്പിക്കാൻ കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അറസ്റ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതയും വിദൂരമല്ല. അടുത്ത ദിവസങ്ങളിൽ അറസ്റ്റുകളിലേക്ക് നീങ്ങും എന്നതിന്റെ കൃത്യമായ സൂചനയായി അതിനെ കണ്ടുകൂടെ ഹരിമോഹൻ? ഇപ്പോൾ സ്വർണ്ണപ്പാളി, അതോടൊപ്പം തന്നെ ഈ പറയുന്ന 2 കേസുകളാണല്ലോ, സ്വർണ്ണപ്പാളിയും കട്ടിളപ്പാളിയും. 2 കേസുകളിലും ഇപ്പോൾ ദ്വാരപാലക പാളിയും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയും 2 കേസുകളിലുമായി ഇപ്പോൾ പ്രതികൾ പുറത്തേക്കിറങ്ങുന്ന സമയമാണ്. 90 ദിവസം പൂർത്തിയായതോടെ 1-ാം പ്രതിയടക്കം പുറത്തേക്കിറങ്ങി. 4 പ്രതികൾ ഇതിനകം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു, സ്വാഭാവിക ജാമ്യം ലഭിച്ച്. അതിനിടയ്ക്ക് അടുത്ത അറസ്റ്റിലേക്ക് കടക്കുന്നു SIT ഈ 2 കേസുകളിൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സ്മൃതി, ഒരു വശത്ത് പ്രതികൾ പുറത്തേക്കിറങ്ങുകയാണ്. പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വരും ദിവസങ്ങളിൽ അറസ്റ്റിലേക്ക് തന്നെയാണ് അത് വിരൽ ചൂണ്ടുന്നത്. അത് ആരാണ് ഈ 3 പേർ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ പുറത്തു വരേണ്ടത്. അത് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ മാത്രമേ ഈ രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അത് പുറത്തു വരികയുള്ളൂ. അതൊരു പക്ഷേ കൂടുതൽ ഉന്നതരിലേക്കുള്ള പങ്കാണോ ഇതിനകം ചോദ്യം ചെയ്തവരാകാനുള്ള സാധ്യതയുമുണ്ടല്ലോ. ഇതിനകം ചോദ്യം ചെയ്ത് പുറത്തുള്ളവരാരൊക്കെയാണ് ഈ 2 കേസുകളിൽ ഹരിമോഹൻ? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്ത ആളുകളുണ്ട്. അതിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികളുണ്ട്. അതിൽ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ചോദ്യമുനയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ അത് ആരായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ പ്രതി ചേർക്കപ്പെടുന്നത് ആരായിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ എല്ലാം അവരുടെ പങ്കാളിത്തമെല്ലാം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പങ്കാളിത്തവും കണ്ടെത്തി അവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡ് ഭരണസമിതിയെ നമുക്ക് മാറ്റി നിർത്താം. ഇനിയിപ്പോൾ ഉള്ളത് അതിനും അപ്പുറത്തേക്ക് മറ്റാരാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. അത് എന്തായാലും വരും ദിവസങ്ങളിൽ അതിനൊരു ഉത്തരം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്മൃതി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഹരിമോഹൻ നൽകിയത്. ചർച്ചയിലേക്ക് തിരിച്ചു പോവുകയാണ് VR അനൂപിലേക്ക്. അനൂപ്, ഇപ്പോൾ SIT ഇടക്കാല റിപ്പോർട്ട് നൽകിയ ശേഷമുള്ള ഇടക്കാല ഉത്തരവ് പുറത്തു വരുമ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ്. ഇതോടൊപ്പം കൊടിമരവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിനും കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചടിയാണ്, UDF-ന് തിരിച്ചടിയാണ് എന്നുള്ളതാണ് CPM അല്ലെങ്കിൽ ഭരണപക്ഷം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. പ്രതികരണം? ഇവിടെ CPM പ്രതിനിധിയുടെ വാദം വളരെ കൗതുകത്തോടു കൂടിയാണ് ഞാനിവിടെ കേട്ടിരുന്നത്. അദ്ദേഹം താങ്കൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് സ്മൃതി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സ്വർണ്ണ കൊടിമരത്തെക്കുറിച്ചാണ്. ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ആശങ്കയില്ലാതെ ഈ സ്വർണ്ണക്കൊടിമരത്തെക്കുറിച്ച് അന്വേഷിക്കാം, പക്ഷേ ഇവർക്ക് ചോദ്യം ചെയ്യേണ്ടവർ ചോദ്യം ചെയ്യാം. പക്ഷെ ഇവിടെ കൃത്യമായി ഈ സ്വർണ്ണക്കൊള്ളയെ അഡ്രസ്സ് ചെയ്തതിൽ നിന്ന് CPM ഒളിച്ചോടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ?
CPM-ന്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് കുറ്റപത്രം കൊടുത്താക്കാൻ വൈകിയത് കൊണ്ടാണ് ഈ കേസിലെ പ്രതികൾ ഓരോന്നായി 1, 2, 3 എന്ന ക്രമത്തിൽ ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നത്. ആർക്കറിയാത്തത്? ഇപ്പോൾ ഇതിൽ അന്വേഷണം നടന്നു എന്നതൊക്കെ ഒരു വലിയ ആനക്കാര്യമായി. ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ നേട്ടം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി അവതരിപ്പിക്കുന്നത്. അന്വേഷണം നടക്കുന്നില്ലെന്ന്. ഈ അന്വേഷണം നടക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയുന്നതല്ലേ. കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, കോടതിയുടെ മോണിറ്ററിങ്ങിൽ, കോടതിയിലെ വാലുവേഷനിൽ നടക്കുന്നൊരു അന്വേഷണം കോടതി ഉള്ളത് കൊണ്ട് മാത്രം സംഭവിച്ചൊരു അന്വേഷണമല്ലേ? എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ പ്രസ്താവം ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഈ അന്വേഷണം നടക്കുമായിരുന്നോ? ഈ കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പോലും ഇനിയും ഉന്നതരിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ സ്മൃതി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ആരാണെന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല. പക്ഷേ ഇനി ഇതിൽ വരാനിരിക്കുന്ന ഉന്നതരാരാ? ഇത്തരം കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ, അദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും അന്വേഷണം ഉന്നതരിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ CPM-ലെ പ്രബലരായ പലരുടെയും ഉറക്കം ഇനിയും കൂടുതൽ നഷ്ടപ്പെടും. ഞങ്ങളെ സംബന്ധിച്ച് തുടക്കകാലം നിലപാടുണ്ട്. ദ്വാരപാലകപ്പാളി കേസിൽ 3 പ്രതികളും കട്ടിലപ്പാളിയിൽ 2 അറസ്റ്റും കൂടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതെ, ഞാൻ ഇപ്പോൾ ഇതാരാണ് എന്നതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ സ്വാഭാവികമായും ഞാൻ പറഞ്ഞു വെച്ചത് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഉറക്കം, അദ്ദേഹം തുടക്കം മുതലേ പോയതാ. ഉന്നതനെന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. കാരണം ഇതൊന്നുമില്ലാതിരുന്ന ഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ വളരെ പ്രാരംഭ ദശയിൽ തന്നെ അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടതാ. ആ ഉറക്കം തിരിച്ചു കിട്ടേണ്ട സാഹചര്യം ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും ഇനിയും ഉന്നതർ വരാനുണ്ടെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ UDF കാലത്തെ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കാൻ ഇപ്പോൾ കോടതി പറയുന്നുണ്ട്. VR അനൂപ്, അത് പ്രാഥമിക അന്വേഷണമാണ്, പ്രാഥമിക പരിശോധന നടത്താൻ പറഞ്ഞിരിക്കുന്നത് വിജിലൻസിനോടാണ്. എന്നാലും അതിൽ മഹസർ ഉൾപ്പെടെ എല്ലാ രേഖകളും വിജിലൻസ് ഡയറക്ടർക്ക് നൽകണം. 30 ദിവസത്തിനകം ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കണം. തീർച്ചയായും അത് പരിശോധിക്കട്ടെന്നേ ഞങ്ങൾ പറയുന്നത്. എന്താ, ഇത് രണ്ടും 2 കേസാണ്. ഇപ്പോൾ സ്വർണ്ണ കൊള്ളയുടെ കാര്യത്തിൽ കൃത്യമായി CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർ, CPM-ന്റെ നേതൃപദവിയിലിരിക്കുന്ന ആളുകൾ, CPM നിയോഗിച്ച ആളുകൾ, CPM ദേവസ്വം ഭരണം ഏൽപ്പിച്ച ആളുകൾ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നു. പക്ഷെ അവർ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ CPM-നെ സംബന്ധിച്ച് അതിനെ മറയ്ക്കണം, അതിനെ മായ്ക്കണമെങ്കിൽ, ഒരു വര ചെറുതാക്കണമെങ്കിൽ അതിലും വലിയ വര വരയ്ക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിൻ്റെ കാലത്തും നിരവധിയായ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനും അന്വേഷണം നടക്കട്ടെ എന്ന് സ്ഥാപിക്കലാണെന്നേ. കോൺഗ്രസ് ഇതിനെ ഭയപ്പാടോടുകൂടി കാണുന്നില്ല. കോൺഗ്രസ് എന്താ പറയുന്നത്? കോൺഗ്രസിൻ്റെ പൊസിഷൻ എന്താ? കോൺഗ്രസ് പറയുന്ന അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞതുകൊണ്ട് അത്തരം അന്വേഷണത്തിൻ്റെ ഉമ്മാക്കി കാണിച്ച് ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കുറയ്ക്കാമെന്ന് CPM വിചാരിക്കേണ്ട. ഇപ്പോൾ പോലും ഞങ്ങളുടെ കാലത്ത് ഈ പറയുന്ന CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ജയിലിലുള്ള നാണക്കേട് മറയ്ക്കാൻ കോൺഗ്രസിന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നിട്ടില്ലെന്ന് ചോദിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്നേ, ആരാണ് അന്വേഷിക്കേണ്ടത് പറയുന്നത്? ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഞങ്ങളാണോ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരല്ലേ? അപ്പോൾ പിണറായി വിജയന്റെ സർക്കാർ നേതൃത്വം നൽകുന്ന കേന്ദ്രത്തിലാണെങ്കിൽ BJP-യുടെ സർക്കാരാണ്. ഇവർ തുടക്കം മുതൽ ഈ കേസിനെ പോലും സോണിയാഗാന്ധിയിലേക്ക് പോലും അർത്ഥത്തിൽ അവരെ പോലും സംശയത്തിന്റെ പുകമുറയിൽ നിർത്താനുള്ള വലിയ പരിശ്രമങ്ങളുണ്ടായി. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പോലും പറയേണ്ടി വന്നു അത്തരം പരിശ്രമങ്ങളിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുന്നുവെന്ന്. ഇപ്പോൾ സദാനന്ദ ഗൗഡ, സംഘപരിവാറിന്റെ മുഖ്യമന്ത്രി, ഇവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. ഒരു CPM-കാരനും ഒന്നും പറയണ്ട. സോണിയാഗാന്ധിയെ ആക്രമിക്കണം, സദാനന്ദ ഗൗഡ നിന്നാൽ കുഴപ്പമില്ല, പിണറായി വിജയൻ നിന്നാൽ കുഴപ്പമില്ല. പക്ഷെ സോണിയാഗാന്ധി ആ ഫോട്ടോയിൽ വന്നാൽ പ്രതി പ്രശ്നമാണ്. ഇവിടെ CPM-നെ സംബന്ധിച്ച് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. ഇവർ ഒരു ഇന്നത്തെ കോടതി ഉത്തരവിലേക്ക് തന്നെ വരികയാണെങ്കിൽ VR അനൂപ്, ഇപ്പോൾ ഈ ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണം, കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേട് എന്നുള്ളത് ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ദേവസ്വം മാനുവൽ ലംഘിക്കപ്പെട്ടു എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. സാമ്പത്തിക ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന് പറയുന്നുണ്ട്. സാമ്പത്തിക ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന് പറയുമ്പോൾ ഇതിൽ സ്വർണമൊക്കെ വലിയ തോതിൽ സംഭാവനയായി കിട്ടിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളികളല്ല എങ്കിലും സ്വർണം സംഭാവനയായി കിട്ടിയിട്ടുണ്ട്. അത് സിനിമാ താരങ്ങളടക്കം വല്ലാതെ സംഭാവന നൽകിയിട്ടുണ്ട്. അതൊക്കെ എവിടെ പോയി എന്നുള്ളതിൽ ഒരു കൃത്യതയില്ല. കാരണം ഇതിന് നിർമ്മാണത്തിന് ശേഷം ബാക്കി വന്നിട്ടുണ്ട് ആ സ്വർണം, അത് എവിടെയോ പോയിട്ടുണ്ട്, ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ്. സ്വർണം തന്നെയാണ് അവിടെയും. അല്ല, അത്തരം അന്വേഷണത്തിനെതിരായി ഇതുവരെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന വന്നോ?
ഈ അങ്ങനെ ആരോപണ വിധേയമായ ആളുകൾ അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്താൽ അവരെ ഞങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞോ? ഇവിടെ വളരെ കൃത്യമാണെന്ന്. ഈ ഘട്ടത്തിലും ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ തള്ളിപ്പറയാനോ അവർക്കെതിരെ പൊളിറ്റിക്കലായി ഒരു ആക്ഷൻ എടുക്കാനോ ഈ പറയുന്ന ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത് വളരെ കൃത്യമാണെന്ന്. ഇത് വിശ്വാസത്തിന് നേരെ തന്നെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇവിടെ കേവലം ഈ പറയുന്ന സാമ്പത്തികമായ ഒരു തട്ടിപ്പിന്റെ പ്രശ്നമല്ല. ശബരിമല പോലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിൽ അത്തരം ഒരു പകൽ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളെ രാഷ്ട്രീയമായി സംരക്ഷിക്കുന്ന സമീപനമാണ് CPM എടുത്തിട്ടുള്ളത്. അതാണ് പ്രശ്നം. ഇത് ഈ പറയുന്ന വിശ്വാസികളായ ആളുകൾ ഉൾപ്പെടെ അപമാനിക്കലാണെന്നേ. അല്ലെങ്കിൽ പറയുന്നത് എന്താ? പ്രാഥമികമായി ഈ ആളുകൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ പേരിൽ, രാഷ്ട്രീയമായ ധാർമ്മികതയുടെ പേരിൽ അവരെ മാറ്റി നിർത്തണമെന്ന് പറയണ്ടേ? പക്ഷെ മാറ്റി നിർത്താൻ അവർ തയ്യാറായിട്ടില്ല. ഇവർക്ക് ഇപ്പോഴും രാഷ്ട്രീയമായ സംരക്ഷണം CPM കൊടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ നിന്നും ഒന്നും ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ല. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ എടുത്തൊരു നിലപാടുണ്ട്. ഇത് എന്ന് പറഞ്ഞിട്ട് CPM ഒരു സമീപനത്തിന്റെ പ്രശ്നം സ്മൃതി മനസ്സിലാക്കണം. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇത്തരം ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയരുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രമേയം എന്തായിരുന്നു? അയ്യപ്പനെ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ് ഇവരൊരു സ്റ്റാമ്പ് സൈസിലുള്ള അയ്യപ്പന്റെ ഫോട്ടോയും വലിയ പിണറായി വിജയന്റെ വലിയൊരു ചിത്രം വെച്ച് പിണറായി വിജയനെ ബ്രാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുക ചെയ്തത്. ഇവർക്ക് വിശ്വാസത്തോടും വിശ്വാസികളോടുമുള്ള ഇവരുടെ രാഷ്ട്രീയമായ സമീപനത്തിൽ തുടർച്ചയാണെന്നേ. ഇപ്പൊ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് താങ്കൾ കേട്ടതല്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്നത് ദൈവമാണ്. പിണറായി വിജയൻ കാണുന്ന ആളുകളുണ്ട്. ഇവിടെ അയ്യപ്പ വിശ്വാസത്തെ അല്ല ഞാൻ പറയുന്നത്. ഇത് വിശ്വാസം പോലെ, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയുന്നത് കേരളത്തിൽ ഇവിടെ ഒരു വലിയ കൂട്ടം വിശ്വാസികൾക്ക്, വലിയ വിഭാഗം വിശ്വാസികളെ സംബന്ധിച്ച് മുറിവേറ്റിരിക്കുകയാണെന്നേ. ഇത് അതൊരു സാമ്പത്തികമായി അത്തരം ഒരു മെഷർമെന്റിലൂടെ മാത്രം കാണുന്ന വിഷയമല്ലല്ലോ. ഇത്ര സ്വർണം പോയി എന്നുള്ളതല്ലോ ശബരിമലയെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് പാവനമായി കരുതുന്ന വിശ്വാസം ആക്രമിക്കപ്പെട്ടിരിക്കുക. അപ്പൊ ആ വിഷയത്തിൽ CPM അല്ല ഏത് രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ട നിലപാടെന്താ? ഇത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്ത ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറയണ്ടേ? ഈ ഘട്ടത്തിൽ പോലും ഇതിന് നേതൃത്വം നൽകിയ ആളുകളെ, ഇതിന്റെ പേരിൽ ജയിലിൽ പോയ ആളുകളെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ഓരോരുത്തരെയായി ജയിലിൽ നിന്ന് ഇറക്കുന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് ജയിലിൽ പോയ ആളുകൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ കുറ്റപത്രം വൈകി. CPM അവരെ സഹായിച്ചു, CPMന്റെ പോലീസ് സഹായിച്ചു, ആഭ്യന്തര വകുപ്പ് സഹായിച്ചു. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായി ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ഈ കൊള്ളയ്ക്ക് രാഷ്ട്രീയമായ സംരക്ഷണം കൊടുത്തിരിക്കുന്നത് CPM. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അത്തരം കാര്യങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾ അത്തരം ഒരു രക്ഷാകവചം നൽകി അതിനെ സംരക്ഷിക്കില്ല എന്നാ പറഞ്ഞത്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറിലേക്ക് ആദ്യം. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, എനിക്ക് ഇന്നത്തെ സംഭവവികാസങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം അറിയേണ്ട ഒരു കാര്യം, ദേവസ്വം ബെഞ്ച് കേസ് പരിഗണിക്കുന്ന, അല്ലെങ്കിൽ ഈ അന്വേഷണം ആരുടെ മേൽനോട്ടത്തിലാണോ നടക്കുന്നത്? ദേവസ്വം ബെഞ്ചാണ്. ദേവസ്വം ബെഞ്ചിന് ഈ പറഞ്ഞ കേസ് ഡയറി പരിശോധിക്കാൻ അധികാരമില്ല എന്നതിൽ എത്രത്തോളം ശരിയാണ്? കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത ഒരു അതിഥി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേസ് ഡയറി പരിശോധിക്കാൻ പാടില്ല എന്ന്. കേസ് ഡയറി പരിശോധിക്കുന്നത് ഈ ജാമ്യം ഹർജി പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചാണ്. അപ്പോൾ കേസ് ഡയറി പരിശോധിക്കാത്ത ബെഞ്ചിൽ നിന്നാണ് ഇപ്പോൾ SITയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. അങ്ങനെയുണ്ടോ? ഫോർച്ചുനേറ്റ്ലി കേസ് തുടങ്ങുന്നത് തന്നെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓർഡേഴ്സിൽ നിന്നാണ്. അപ്പോൾ ആ ഓർഡേഴ്സിൽ നിന്ന് തുടങ്ങുമ്പോൾ ഡിവിഷൻ ബെഞ്ച് ഹാസ് ബീൻ ആസ്കിങ് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി അത് എക്സസൈസ് ചെയ്യുന്നത്. 226 എക്സസൈസ് ചെയ്യുന്നത്. CD ഈസ് ഓൾവേസ് ഫോർ ദി മറ്റേ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും ആ കോടതികൾക്കും ബെയിൽ ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും ആ ബെയിൽ ആപ്ലിക്കേഷൻ പോകുന്നത് കറക്റ്റാണോ, ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ബെയിൽ ആപ്ലിക്കേഷനിൽ ആർഗ്യൂ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കറക്റ്റ്നെസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ബെയിൽ കോടതികൾ നോക്കുന്നത്. 226 ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്ത കോടതിക്ക് അത് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് 226 പവേഴ്സ് ഇല്ല എന്ന് പറയണം. എക്സ്ട്രാ ഓർഡിനറി പവേഴ്സാണുള്ളത്. അത് തീരെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വേറൊരു വാദം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ മോണിറ്റർ ചെയ്തിട്ട് ആ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനെല്ലാം കറക്റ്റാണെന്ന് തീരുമാനം എടുക്കുമ്പോൾ ബാക്കിയുള്ളവരെ കേൾക്കുന്നില്ല എന്നുള്ളൊരു പരാതി, അക്യൂസിനെ കേൾക്കുന്നില്ല, അക്യൂസിൻ്റെ റൈറ്റ്സ് ഒന്നും നോക്കുന്ന പോലും ഇല്ലല്ലോ, അത് ക്ലോസ്ഡ് കോറിഡോഴ്സിലാണ് വരുന്നത്. ആ ഒരു പരാതി അക്യൂസിനുണ്ടാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അതെന്നും അക്യൂസിനുണ്ടായിക്കൊണ്ടുവരിക്കും. അപ്പോൾ ഒരു വൺ സൈഡഡ് ആണ് ഇത് പോകുന്നത്, പവേഴ്സ് ജുഡീഷ്യൽ പ്രോസസ്സ് പോകുന്നത് വൺ സൈഡ് ആണ് എന്നുള്ള ഒരു രീതിയിലേക്ക് അക്യൂസിന് എപ്പോഴും ഒരു
ഗ്രീവൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സിലാണോ പോകുന്നത്, അത് ജുഡീഷ്യൽ പവേഴ്സിലാണോ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള പവേഴ്സിലാണോ പോകുന്നതിനുള്ള ക്വസ്റ്റ്യനും കൂടി അപ്പലേറ്റ് കോടതികളിൽ ഇതുവരെ റേസ് ചെയ്യപ്പെടാത്തതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആരെങ്കിലും അത് ക്വസ്റ്റ്യൻ ചെയ്ത് ഏതെങ്കിലും അക്യൂസ്ഡ് ഇതുവരെ പോയിട്ടില്ല, അക്യൂസ്ഡ് ആയതുകൊണ്ടിട്ടാണോ അതോ ആ പവേഴ്സ് ഇപ്പം തൽക്കാലം ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടിട്ടാണോ എന്നറിയില്ല. പിന്നെ വേറൊരു പോയിന്റ് റേസ് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെയിൽ ആപ്ലിക്കേഷൻസ് ഇൻവെസ്റ്റിഗേഷൻ ടേക്കപ്പ് ചെയ്ത സ്ഥിതിക്ക് ബെയിൽ ആപ്ലിക്കേഷൻസ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവറും കൂടി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് അറിയാൻ പറ്റുമല്ലോ ഏത് രീതിയിലാണ് പോണേന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഡിവിഷൻ ബെഞ്ച് ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റാണെന്ന് പറയുകയും സിംഗിൾ ബെഞ്ച് അത് ഇൻവെസ്റ്റിഗേഷൻ അപാകതയുണ്ട് എന്ന് കണ്ടെത്തുന്ന ഒരു എംബറാസിങ് സിറ്റുവേഷനിലേക്ക് കോടതിയും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസും അക്യൂസ്ഡിൻ്റെ ലോയേഴ്സിന് ആർഗ്യൂ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണ് ഇപ്പോൾ നമ്മൾ ഈ കേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു തെറ്റായിട്ടുള്ളൊരു രീതിയായിരിക്കും എന്നുള്ള ചില അക്യൂസ്ഡെങ്കിലും ആർഗ്യൂ ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പലരും ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടിട്ടും അപ്പോൾ ഒരു എക്സ്ട്രീം ആർഗ്യുമെൻസിലേക്കൊന്നും പോകാനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ CD നോക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കറക്റ്റായിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇതെല്ലാം കറക്റ്റാണ് എന്ന് പറയുമ്പോൾ ഡിവിഷൻ ബെഞ്ച് അത് കറക്റ്റാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു സിംഗിൾ ബെഞ്ചിൽ അത് തെറ്റാണെന്ന് വാദിക്കാനുള്ള ഒരു സ്ട്രെങ്ത് അക്യൂസിന് ഇല്ലാതെ ആവും എന്നുള്ളത് കൂടി കണക്കാക്കാൻ ഉള്ള ഒരു സാഹചര്യം കോടതികൾ അത് കൂടി കണക്കാക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനി വരുന്ന കാലഘട്ടങ്ങളിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസൈഡ് ചെയ്യപ്പെടും. ഇപ്പോൾ 2017 ഇഷ്യൂയിലേക്ക് ഡിവിഷൻ ബെഞ്ചിന് പവേഴ്സ് ഉണ്ട്, ദേവസ്വം ബെഞ്ച് ഉണ്ട്. അന്നത്തെ ദേവസ്വം ബെഞ്ച് അത് റാറ്റിഫൈ ചെയ്തതാണ്. 2017 ദർ വാസ് ആൻ അഡ്വക്കേറ്റ് കമ്മീഷണർ ഹു ഓൾസോ റാറ്റിഫൈഡ് ദിസ്. പിന്നെ അതിൽ നിന്ന് എല്ലാം റീഓപ്പൺ ചെയ്തിട്ട് ഏത് രീതിയിലേക്കൊക്കെയാണ് പോകുന്നത്, വിജിലൻസ് എൻക്വയറി നടക്കുന്നു. അന്നത്തെ റിപ്പോർട്ട് 2017 മുതൽ 2026 ആയി. അപ്പോൾ അത് തെറ്റാണെന്നുള്ളതാണ് കോടതി കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലേക്ക് എവിടേക്കൊക്കെ ഇത് ഷൂട്ടപ്പ് ചെയ്ത് ആർക്കൊക്കെ എതിരെ പോകുന്നുള്ളതും കൂടി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം വരുന്നത്. രണ്ട് പാളികൾ കൊണ്ടുപോയ മോഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് 2 FIR ഉള്ളത്. ആ 2 FIRലെ അന്വേഷണം പാതി വഴിയിലല്ല, വല്ലാത്ത അവസ്ഥയിലാണല്ലോ. ഇപ്പോൾ 90 ദിവസം കഴിഞ്ഞ് പ്രതികൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ 2017 അതായത് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണം, പുറമേ വരുന്ന ആരോപണങ്ങളെല്ലാം ഏറ്റെടുത്ത് SITക്ക് മുന്നോട്ട് പോകേണ്ട ഒരു സമ്മർദ്ദമാണോ ഇത്? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ആ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ SIT ഏതായാലും ഒരു പ്രാഥമിക അന്വേഷണം നടത്തി, അതിനുശേഷം ആ കാര്യം കോടതി ബോധിപ്പിക്കുന്നു. അങ്ങനെ കോടതി ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ അത് വിജിലൻസിനോട് അന്വേഷിക്കാൻ ദുരിതാന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പുറത്തുനിന്നും ഇതും അതും മറ്റേതും കൂടി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം വരുമ്പോൾ എല്ലാം SITക്ക് അത് ഉൾക്കൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. അത് നാച്ചുറലി അത് ഉണ്ടാവുകയും അതിൽ നിന്ന് ഈ അൾട്ടിമേറ്റ് ഫൈനൽ റിപ്പോർട്ടിലേക്ക് എത്താതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടെന്നുള്ളതല്ലേ തുടക്കം മുതൽ നമ്മൾ പറയുന്നതും. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന രീതികളും അത് തന്നെയാണല്ലോ. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ടിട്ട് മാത്രം അത് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതൊന്നും ശരിയായിട്ടുള്ള, പിന്നെ ടൈം എടുക്കുന്ന കാര്യമാണ്. ആ ബാർക്കിലേക്ക് വീണ്ടും റിപ്പോർട്ട് വരണം എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അതെല്ലാം വന്നാലാണ് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. 90 days ആകുമ്പോഴത്തേക്ക് ഇവർക്ക് ഡിഫോൾട്ട് ബെയിലിനുള്ള സാധ്യതകളുമുണ്ട്. പിന്നെ ഈ കേസിൽ ബെയിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഇല്ലാതെയാവുന്നില്ല. കേസ് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫൈനൽ റിപ്പോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഓരോ രീതിയിലും ഓരോ ഒഫൻസിലേക്കുള്ളതും വരണം. പക്ഷേ ഇതിൽ ജാമ്യം നിഷേധിക്കുന്നത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അടക്കം നേരത്തെ 90 ദിവസത്തിന് മുൻപ് ജാമ്യവുമായി N വാസു അടക്കം സുപ്രീം കോടതിയിലും പോയതാണ്. അപ്പോൾ സ്വർണം ശബരിമലയിലെ ഭഗവാന്റെ സ്വർണം കട്ട കേസല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. ഇപ്പോൾ പത്മകുമാറിന്റെ ജാമ്യ ഹർജി വന്ന സമയത്ത് എന്താണ് അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നത്? പുറത്തിറങ്ങിയാൽ സ്വാധീനിക്കുമെന്നുള്ളതാണ്. പുറത്തിറങ്ങിയാൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്, പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നേ. അല്ല, അതങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഡിഫോൾട്ട് ബെയില് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സ്റ്റാറ്റ്യൂട്ട് അങ്ങനെയാണ് അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് ബെയിൽ അത് ആസ് ഓഫ് റൈറ്റ് ഒരാൾക്ക് കിട്ടുന്നതാണ്. ഇവരുടെ ബെയിൽ എന്ന് പറയുന്നത് ബെയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇരിക്കുന്നത്. ബെയിൽ എന്ന് പറയുന്നത് പല ഘടകങ്ങൾ നോക്കണം. നമുക്ക് ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടാവും
ഈ എപ്പോക്കരിക്കസി എന്ന് പറയുന്ന ഇതിൽ ഇവരെല്ലാം ജയിലിലിടണമെന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അത് ബെയിലിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ നമുക്ക് അറിയില്ലാത്തത് കൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത്. കോടതിക്ക് അന്ന് എൻ്റെ സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചല്ലേ പറയുന്നത്. കോടതിക്ക് അന്ന് തോന്നിയത് അദ്ദേഹം ജയിലിൻ്റെ അകത്ത് ഉള്ളത് തന്നെയാണ് നല്ലത് എന്ന് അന്നത്തെ സാഹചര്യത്തിൽ അതാണ് കറക്റ്റ് എന്ന് തോന്നിയത് കൊണ്ടിട്ടായിരിക്കും അങ്ങനെ. പക്ഷേ എന്ന് വരുന്നാൽ പോലും വിറ്റ്നസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. വാട്ട് ഈസ് ദിസ്, ലെറ്റ് us ബി വെരി ഫെയർ ടു ഈച്ച് അതർ. വാട്ട് ഇൻഫ്ലുവൻസ്, SIT അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതാണോ അവർ പറയുന്നത്? അതൊക്കെ ഇറ്റ് ഈസ് ഓൾ, ഐ ഡോണ്ട് തിങ്ക് അതൊക്കെ ഇറ്റ് ഈസ് ഓവർ ദി മറ്റേ കുറച്ചൊക്കെ ഒത്തിരി കൂടുതലായി പോയോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള ഒബ്സർവേഷനാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വാസുവിൻ്റെ കേസിൽ സുപ്രീം കോടതി പോകേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബെയിൽ ആപ്ലിക്കേഷൻ പോലും ഫയൽ ചെയ്യാതെ മറ്റേ വേറെ ആൾക്കാരുടെ ബെയിൽ ഓർഡറിൻ്റെ മുകളിലാണ് പോയിരുന്നത്. അത് ദാറ്റ് വാസ് ഓൾ റെഡിക്കുലസ് മൂവ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. പോകാൻ പാടില്ലാത്തൊരു സാധനമായിരുന്നു. ഇദ്ദേഹം SLPയിൽ പോയിട്ട് നോട്ട് മെയിൻറ്റൈനബിൾ ആയിട്ടുള്ള ഒരു SLPയിൽ അദ്ദേഹം ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പരാമർശം മേടിച്ചിട്ട് വരികയാണ് ചെയ്തത്. ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ ഡൺ. ഇനി മൂന്നാമത്തെ കാര്യം, ഇതിലെല്ലാം ബെയിൽ കൊടുത്തത് കൊണ്ടൊന്നും കേസ് ഇല്ലാതെയാവുന്നില്ല. എന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും ആകെ അഴകുഴഞ്ഞ അവസ്ഥയിലേക്ക് പോയി അവിയൽ പരുവത്തിൽ പോയി ആർക്കും ഒരു കൺവിക്ഷൻ വരാതെ വരുമോ എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. അതിനുള്ള സാധ്യതകൾ, കേസ് ലാസ്റ്റ് വരുന്ന സംഗതി, അതായത് കട്ടളപ്പാളിയും അതേപോലെ തന്നെ ആ ഗോൾഡ് പ്ലേറ്റ്സ്, അതിൽ കൃത്രിമം ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്. ആ വെയിറ്റ് മിസ്മാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നതിന് പകരം പല രീതികളിലേക്കും പല സ്ഥലത്തേക്കും പോയി പല പല കാര്യങ്ങളിലേക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രിറ്റി ഡിഫിക്കൾട്ട്. ആൻഡ് ഇതെല്ലാം ഒറ്റ ചാർജിലേക്ക് വരേണ്ട കേസുകളുമല്ല. പലതും പല ഡിഫറെൻറ്റ് ചാർജസാണ്, ഡിഫറെൻറ്റ് അക്യൂസ്ഡ് ആണ് വരേണ്ടത്. അങ്ങനെ പോകേണ്ട കേസുകളാണ്. ഓരോന്നും ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ബട്ട് ദെൻ ഐ എം നോട്ട് ദി പേഴ്സൺ ടു സേ ദിസ്. ഡിവിഷൻ ബെഞ്ച് സേസ് എവറിത്തിങ് ഈസ് ഓക്കെ, എവറിത്തിങ് ഈസ് ബീങ് ഡൺ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അറ്റ്ലീസ്റ്റ് സംബഡി ഷുഡ് റൈസ് അപ്പ് ആൻഡ് ചലഞ്ച് ദിസ്. അല്ലാതുണ്ടെങ്കിൽ അതല്ലേ കറക്റ്റ്, അതാണല്ലോ കറക്റ്റ്. ആരും അത് ചലഞ്ച് ചെയ്യാത്തടത്തോളം ഡിവിഷൻ ബെഞ്ച് ഈസ് റൈറ്റ്. 2017ലേക്കും ഇൻവെസ്റ്റിഗേഷൻ പെട്ടെന്ന് പോയി വിജിലൻസിൻ്റെ റിപ്പോർട്ട്സ് വരണം. അന്നത്തെ ഡിവിഷൻ ബെഞ്ച് കൺക്ലൂഡ് ചെയ്തതെല്ലാം തെറ്റാണെന്നുള്ളത് കാണണം. അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് നമ്പർ 10 റോങ് ആണെന്നെല്ലാം കാണേണ്ട രീതിയിലേക്ക് ചിലപ്പോൾ അഡ്വക്കേറ്റ് കമ്മീഷൻ എല്ലാം ദേവസ്വം ബെഞ്ചിനെ കൃത്യമായി അറിയിച്ചിട്ടാണ് ചെയ്തതെന്നുള്ളൊരു വാദം കൂടിയുണ്ട്. ഞാൻ ശ്രീ രാജഗോപാലിലേക്ക് വന്നു. ശ്രീ ടി കെ രാജഗോപാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതെ, കോടതിക്ക് പിഴവ് പറ്റിയോ എന്ന് കൂടി പരിശോധിക്കേണ്ട സാഹചര്യം ഇതിനെല്ലാം മുകളിൽ ദൈവം ഉണ്ടെന്നാണ്. അതെ ശ്രീ രാജഗോപാൽ, ഇപ്പോൾ അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഡിവിഷൻ ബെഞ്ച് കാണുന്നത്. ശ്രീ രാജഗോപാൽ, ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വിവരങ്ങൾ നോക്കൂ. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ 2 കേസുകളിലും 2 FIRലും ഇനിയും അറസ്റ്റ് ഉണ്ടാകാനിരിക്കുന്നു എന്ന് കൂടിയാണ് വ്യക്തമാകുന്നത്. 3 അറസ്റ്റ് കട്ടിളപ്പാളി കേസിൽ, ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ, രണ്ടാമത്തേത് കട്ടിളപ്പാളി കേസിൽ 2 അറസ്റ്റ് കൂടിയെന്ന്. അപ്പോൾ ഇനിയും അറസ്റ്റുകളിലേക്ക് നീങ്ങുന്നു. ചിലർ പ്രധാന പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ ഘട്ടത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? സ്മൃതി, ഇത് നേരത്തെ തന്നെ ഒരു നിരീക്ഷണത്തിലെ കോടതിയുടെ നേരത്തെ വന്ന ഒരു ഉത്തരവിലും ഇത്തരം ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ഈ 2 FIRലും കൂടെ 5 പേരുടെ അതിന്റെ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ആ 5 പേരിൽ ഒരു പക്ഷേ 2 പേരെ ഒഴിവാക്കി കാണാം. അതുകൊണ്ടായിരിക്കും ഇന്ന് കൃത്യമായിട്ട് ഇപ്പൊ നമ്മളിതിന്റെ ഉത്തരവിന്റെ ഇടക്കാല ഉത്തരവിന്റെ അവസാന പേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 3 പേരെയാണ് അടുത്ത അറസ്റ്റിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സംശയിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാനത്തെ ദേവസ്വം ബോർഡ് ശ്രീ PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡ് ബെഞ്ചിലുള്ള 2 പേര്, അതേപോലെ തന്നെ ദേവസ്വം സെക്രട്ടറി ജയശ്രീ, ഈ 3 പേരിൽ ഒരാളെ ചോദ്യം ചെയ്തിട്ടില്ല, ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ അത് അങ്ങനെ ആകുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി പൂർത്തിയാകും. അവിടെ കൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിലെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട 19 മുതൽ 25 വരെയുള്ള ബോർഡിന്റെ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ റോളുകൾ അവിടെ പൂർത്തിയാകുന്നുണ്ട്. പിന്നീട് അത് രാഷ്ട്രീയക്കാരിലേക്കാണ് വരേണ്ടത്. രാഷ്ട്രീയ കക്ഷികളിൽ ഉള്ള, അത് ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകളിലേക്ക്. ദേവസ്വം മന്ത്രി ഒരു തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്, ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ഒരു തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിഞ്ഞുകൂടാ SITയുടെ നീക്കം ഇനി എന്താണെന്നുള്ളത്. ഈ ഉത്തരവുകൾ വരുമ്പോഴും അല്ലെ SITയുടെ നീക്കം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മുമ്പ് സ്മൃതി ചോദിച്ചിരുന്നല്ലോ, ഈ കേസിനെ, അതായത് ശബരിമലയിലെ കൊടിമരം മാറ്റിയ കേസിനെ സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നല്ലോ. അങ്ങനെ മാറ്റാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു തീരുമാനം, എൻ്റെ ഒരു ഊഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം വിജിലൻസ് കൂടെ റിപ്പോർട്ടുകൾ കൊടുക്കാറുണ്ട്. അവരിപ്പോൾ 6 മാസത്തിലൊരിക്കൽ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ പല റിപ്പോർട്ടുകളും കൃത്യമായ സമയത്ത് അതിന്മേൽ ആക്ഷൻ ഉണ്ടാകുന്നില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഒരു ഉത്തരവ് വന്നല്ലോ, ഈ ദേവസ്വം ബെഞ്ചിൽ നിന്ന് തന്നെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. നിങ്ങളൊരു 3 മാസത്തിനകം ഇത്തരം റിപ്പോർട്ടുകൾ തരണം. തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് പരിശോധിക്കാം, ദേവസ്വം ബോർഡ് പരിശോധിച്ചിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാം. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഏറ്റുമാനൂർ അമ്പലത്തിലെ കൊടിമരം മാറ്റിയത് സംബന്ധിച്ചും ശബരിമലയിലെ കൊടിമരം മാറ്റിയത് സംബന്ധിച്ചൊക്കെയുള്ള ചില പരാമർശങ്ങൾ ഇതിനകത്തിലുണ്ടാകും. ആ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദേവസ്വം ബെഞ്ച് അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് വന്ന ഇന്നത്തെ ചേർക്കാവുന്നതാണെങ്കിൽ ശ്രീ രാജഗോപാൽ, അങ്ങനെയെങ്കിൽ SIT തന്നെ അത് അന്വേഷിക്കണം എന്ന് പറയേണ്ടതല്ലേ? SIT അന്വേഷിക്കാൻ പാകത്തുള്ള ഗൗരവം കണ്ടിട്ടില്ല എന്ന് വിലയിരുത്തേണ്ടതുണ്ടോ അതിപ്പോൾ വിജിലൻസിനെ ഏൽപ്പിക്കുമ്പോൾ? അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുത്തിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ 2 FIRലുള്ള അന്വേഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വരികയാണെങ്കിൽ 3ാമത്തെ FIR ആയിട്ടാണ് ഇത് വരേണ്ടത്. 3ാമത്തെ FIR ആയിട്ട് കൂടുതൽ ആളുകൾ പ്രതിപട്ടികയിലേക്ക് വരേണ്ട കേസാണ്, അല്ലെ സംശയത്തിന്റെ നേരിലേക്ക് വരേണ്ട കേസാണ്. അതുകൊണ്ടായിരിക്കാം പ്രാഥമികമായിട്ട് വിജിലൻസ് ഒന്ന് അന്വേഷിക്കട്ടെ. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ചിലപ്പോൾ കോടതിയുടെ മുമ്പാകെ ഉണ്ടാകും. അതിന് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി വരുത്തുന്നതിനായിട്ട് വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നതായിരിക്കും. SIT നേരത്തെ തന്നെ ഈ ജനുവരി 19 തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. SIT പ്രാഥമിക ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അപ്പോഴാണ് ഇതിപ്പോൾ അത് ദേവസ്വം വിജിലൻസിന് കൈമാറുന്നത്. അപ്പോൾ SITക്ക് എല്ലാം കൂടി ഭാരമാകുമെന്നുകൊണ്ടായിരിക്കാം അല്ലേ? അങ്ങനെയും വരാം. കാരണം ഇപ്പൊ തന്നെ അന്വേഷണം ചെതറിപ്പോകുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അവരുടെ പേരിൽ നിൽക്കുന്നുണ്ട്. കോടതി എന്തെല്ലാം പറഞ്ഞു, ഞങ്ങൾ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറഞ്ഞു ഞങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നതാണ് എന്ന് വരെ പറഞ്ഞിട്ടും സംശയങ്ങൾ നിലനിൽക്കുകയാണ്, പലയിടത്തേക്ക് ചെതറിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷെങ്കിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ സംസ്ഥാന വിജിലൻസ് തന്നെ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നത്. അവരുടെ 30 ദിവസത്തിനകം റിപ്പോർട്ട് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും ആ ദേവസ്വം ബെഞ്ചിന്റെ കരുതലും നോക്കുക സ്മൃതി. അവർ പറഞ്ഞത് എങ്ങനെയാണ്, വീണ്ടും പാളികൾ എടുക്കണം, സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് എടുക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ ശബരിമല സന്നിധാനത്ത് എടുക്കുന്നതിന്റെ കൊടുത്ത ഡേറ്റ് നോക്കുക, 12 തീയതി എന്നാണ്. 12 തീയതി എന്ന് പറഞ്ഞാൽ 13 തീയതി കുംഭമാസം 1 തീയതിയാണ് അല്ലേ? കുംഭമാസം 1 തീയതിയാണ്. അതിന്റെ മാസപൂജയ്ക്ക് വേണ്ടി ശബരിമല അന്നാണ് തുറക്കുന്നത്. അതിന്റെ തലേദിവസം തുറക്കും. തലേദിവസം വൈകുന്നേരം 5 മണിക്കാണ് നട തുറക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ചൊരു ഭക്തജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഭക്തജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരുടെ വിശ്വാസത്തെ കൂടെ സംരക്ഷിച്ചുകൊണ്ടാണ് കോടതി അത് എത്ര കെയർ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് അതിനകത്തിൽ തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം അവരെടുത്ത് പറഞ്ഞത്, ഈ പറഞ്ഞ 19 മുതൽ 25 വരെയുള്ള ഈ കോൾ ലിസ്റ്റുകൾ പരിശോധിക്കണമെന്നൊരു ഉത്തരവിനകത്ത് വരുന്നുണ്ട്. അവരുടെ എല്ലാം ഇതിനകത്ത് പെട്ടിരിക്കുന്ന ആളുകളെ പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നവരുടെ കോൾ ലിസ്റ്റുകൾ പരിശോധിക്കണം. അതിന് എത്ര കണ്ട സാധ്യതയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ സർവീസ് പ്രൊവൈഡർമാരുടെ അതിനൊക്കെ രേഖകൾ ഉണ്ടാകുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ 2-3 നിരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കൊടിമരത്തെ സംബന്ധിച്ച് നിങ്ങൾ മുമ്പേ പറഞ്ഞപ്പോഴും അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് കമ്മീഷൻ ശരിയാണ്, ഹൈക്കോടതി ബഹുമാനപ്പെട്ട അന്നത്തെ ബെഞ്ച് നിയോഗിച്ച ഒരു കമ്മീഷണറാണ്. പക്ഷെ അത് അഡ്വക്കേറ്റ് കമ്മീഷണർ മാത്രമാണ്, അത് ഒരു നിരീക്ഷകനാണ്. നിരീക്ഷകന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച ശേഷം കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഇന്റർഫിയൻസ് ഇടപെടാനുള്ള ഒരു അധികാരം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ സാന്നിധ്യം അവിടെയുണ്ടല്ലോ. ഈ പറഞ്ഞ കൊടിമരം ഇറക്കുമ്പോൾ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോഴും അവിടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ പുനഃപ്രതിഷ്ഠ വേണോ എന്ന് തീരുമാനിക്കുന്നതിൽ കൂടി ഈ അഡ്വക്കേറ്റ് കമ്മീഷന് റോളുണ്ട്. അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ വേണമെങ്കിൽ ആ റോൾ എടുക്കാൻ ശരിക്കും യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് കമ്മീഷന് സാധ്യമല്ലേ? അതത് സമയങ്ങളിൽ കോടതി അറിയിക്കുന്നു, ഈ പറഞ്ഞ ചട്ടവിരുദ്ധമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന കുഴപ്പങ്ങളില്ല, അവിടെ കേടുപാടുകളില്ലാതെ തന്നെ പുനഃപ്രതിഷ്ഠ നടത്താനുള്ള ശ്രമമാണോ, ഇതൊക്കെ നിരീക്ഷിക്കാൻ കൂടിയാണല്ലോ അഡ്വക്കേറ്റ് കമ്മീഷനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ മൗനമായി അവിടെ നിന്ന് നോക്കി അപ്പുറത്ത് പോയി കോടതിയിൽ പറയുക എന്നുള്ളതല്ലല്ലോ. അല്ല, അദ്ദേഹത്തിന് ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തിലൊന്നും അല്ല കുറ്റം പറയുകയല്ല. പക്ഷേ മറ്റൊരാൾ അവിടെ ഉണ്ട്, ഈ സമയത്ത് മറ്റൊരാൾ അവിടെ ഉണ്ടല്ലോ, ശബരിമലയിലുണ്ട്. അതെന്ന് പറയുന്നത് ജില്ലാ ജഡ്ജിയുടെ അധികാരമുള്ള സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട് അവിടെ, ഇല്ലേ? അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്, ജില്ലാ ജഡ്ജിയുടെ അധികാരത്തോടു കൂടിയ സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. അദ്ദേഹം എന്താണ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിനാണ് ചെല്ലേണ്ടത്.
അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ആകെ കൂടി അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ചില ആളുകളൊക്കെ ചില ന്യായീകരണങ്ങളൊക്കെ പറയുന്നത്. ഇത് കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. കൊടിമരത്തിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞത് ശരിയാണ്. ഒരു സ്പോൺസറുണ്ട്, 3.25 കോടി രൂപയുടെ അവിടുത്തെ കൊടിമരം സ്വർണം പൊതിയുന്നതിനായിട്ട്, സ്വർണം പൂശുന്നതിനായിട്ട്, അതായത് കൊടിമരം മാറ്റി സ്ഥാപിച്ച കഥയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് ഞാനത് ചുരുക്കി പറയുകയാണ്. ആ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന സ്പോൺസറാണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. അതിന് സ്വർണം പൂശുന്ന കാര്യത്തിലായിട്ട്. പക്ഷെ അവിടെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. ഈ കൊടിമരത്തിന്റെ ഈ പറകളൊക്കെ സ്വർണം പൂശിയത് പമ്പയിൽ കൊണ്ടുപോയിട്ടാണ് ഇതിന്റെ പണികളെല്ലാം തീർത്തിരിക്കുന്നത്. അതിന് ഈ പറഞ്ഞതുപോലെ സ്പോൺസർ, ഹൈദരാബാദിലെ ആന്ധ്രയിലെ സ്പോൺസറാണ് പണം മുടക്കിയിരിക്കുന്നത്. അവരുടെ പണം പൂർണ്ണമായിട്ട് 3.25 കോടി രൂപ ഉപയോഗിച്ചു. ബാക്കി വന്ന 16 ലക്ഷം രൂപ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നാണ് ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ഭാരവാഹികളുടെ ചില വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇത് കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മറ്റൊരു വസ്തു ഉണ്ട് അവിടെ, ഇല്ലേ? വാജിവാഹനം ഉണ്ട് അവിടെ. ആ വാജിവാഹനത്തിന് ഇപ്പോഴത്തെ തൂക്കം പറയുന്നത് 1.5 കിലോയാണ്. 1.5 കിലോ പഞ്ചലോഹമാണ് അതിനകത്തിൽ. സ്വർണ്ണമുണ്ട്, ചെമ്പുണ്ട്, അങ്ങനെ പഞ്ചലോഹത്തിൽ തീർത്തിരിക്കുന്നതാണത്. അതതിന്റെ മുകളിലുണ്ട്. അതെവിടെ വെച്ചാണ് പടിഞ്ഞത്? അവിടെയാണ് സംശയങ്ങൾ വരുന്നത്. മുമ്പേ ആദ്യത്തെ ചില റിപ്പോർട്ടുകളിൽ വന്നതുപോലെ ഒരുപാട് ഭക്തജനങ്ങൾ ദേവസ്വം ബോർഡിന്റെ കുറച്ച് ചെമ്പെടുത്തിട്ടുണ്ട്, സ്വർണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഭക്തജനങ്ങൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അന്നത്തെ റിപ്പോർട്ട് പ്രകാരം, ഞാൻ കുറച്ച് അന്നത്തെ റിപ്പോർട്ടുകൾ കണ്ടതാണ്, സുരേഷ് ഗോപി അടക്കമുള്ള ഒരുപാട് ഭക്തന്മാർ കൊടുത്തിട്ട് സംഭാവന കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കണക്കുകൾ എടുക്കണം. ഇത് സംബന്ധിച്ച് ഈ ഭക്തന്മാരിൽ നിന്ന് എത്ര സ്വർണം കിട്ടിയിട്ടുണ്ട്, എത്ര രൂപ അവരുടെ ഈ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, ഇതൊക്കെ പരിശോധിക്കേണ്ടി വരും. അവരുടെ മൊഴിയെടുക്കണമെന്നുമാണ് പറയുന്നത്. അതിലാണ് കോടതി, എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് ഇന്ന് സംശയം പ്രകടിപ്പിക്കുന്ന അതിലാണെന്നാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വിശദമായിട്ട് അന്വേഷിക്കണമെന്ന് പറയുന്നത്. അതും പുറത്താണ് ചെയ്തിരിക്കുന്നത്. വാജിവാഹനം നിർമ്മിച്ചതും പുറത്താണ്, സന്നിധാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് 30 ദിവസത്തേക്ക് അന്വേഷണമൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ആളുകളെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും ഇതിനകത്തിൽ, ഇല്ല അല്ലെ മൊഴിയെടുക്കേണ്ടി വരും. കുറഞ്ഞ പക്ഷെ അവരുടെ എല്ലാം മൊഴിയെടുക്കേണ്ടി വരും. ഈ രേഖകളൊക്കെ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അറിയിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായല്ലോ 2025 നടക്കുമ്പോൾ. അങ്ങനെയാണല്ലോ ഇതിലേക്ക് മുഴുവൻ അന്വേഷണത്തിലേക്കൊക്കെ വഴിതെളിച്ചത്. 2025 അങ്ങനെയല്ലേ സംഭവിച്ചത്? കോടതിയെ കൃത്യമായി അറിയിക്കുന്നു. ഈ പറഞ്ഞ സ്പെഷ്യൽ കമ്മീഷണറല്ലേ അറിയിച്ചിരിക്കുന്നത് കോടതിയെ. അപ്പോൾ ആ രൂപത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നു. അത് 2017 പ്രവർത്തിച്ചിട്ടില്ല അല്ലേ? അത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അറിഞ്ഞിട്ടില്ല സ്മൃതി. കാരണം ഈ 2025 സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹം കോടതിയെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു. എന്നെ ഇരുട്ടിൽ നിർത്തി, അല്ലെ ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇവർ ഈ ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ ഇളക്കിക്കൊണ്ട് പോയ സമയത്ത്, താങ്ങ് വീടൊക്കെ എടുത്തുകൊണ്ട് പോയ സമയത്ത് ഞാനൊന്നും അറിഞ്ഞില്ല. എന്നെ പൂർണ്ണമായിട്ട് ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ് ചെല്ലുന്നത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബെഞ്ച് കേസിലേക്ക് ഇടപെടുന്നത്. അന്നേരം അവർ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് പല കാര്യങ്ങളും അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ ഒപ്പ് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒപ്പ് വരാതാണ് തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് മുമ്പുണ്ടായിരുന്ന കമ്മീഷണർ, കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയാൽ അതിന്റെ പണി നടക്കുന്ന സമയത്തുള്ള കമ്മീഷണർ, സ്പെഷ്യൽ കമ്മീഷണറൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. നമുക്കറിഞ്ഞുകൂടാ. ഇതുവരെ അത്തരം റിപ്പോർട്ടുകളൊന്നും പുറത്തു വരാത്തിടത്തോളം കാലം നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത് ജില്ലാ ജഡ്ജിയുടെ പവറുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത്, സ്പെഷ്യൽ കമ്മീഷണർമാരെന്ന് പറയുന്നത്. വലിയ ഉത്തരവാദിത്വം ഉണ്ട് അവർക്ക്. മറ്റേത് അഡ്വക്കേറ്റ് കമ്മീഷണറാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെയ്തതെന്ന് പറയുന്നത്. പക്ഷേ എന്റെ ഒരു സംശയം, ഇതിപ്പോൾ കോടതി ഈ കാര്യം കൂടി അതിൽ കൂടി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ കോടതിക്ക് പരിശോധിക്കാവുന്ന കാര്യമല്ലേ? 2017 അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ വേഗത്തിൽ പരിശോധിക്കാവുന്നല്ലേ? അങ്ങനെയെങ്കിൽ അതുകൂടി ചേർന്നൊരു പരാമർശം ഉണ്ടാകേണ്ടതല്ലേ? ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സ്മൃതി. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലത്. ഈ കൊടിമരത്തിന്റെ വെച്ചാൽ നമ്മൾ കാണുന്ന പോലെ സ്വാഭാവിക കാര്യമല്ല. ഇതിന് ഒരുപാട് ബാക്ക് ഫയൽസ് പിന്നെ എടുക്കേണ്ടി വരും. പിന്നീട് നമ്മൾ പുറമോട്ട് ഇറങ്ങേണ്ടി വരും. അതായത് 2011-12 പോകേണ്ടി വരും. ഈ കൊടിമരം പണിയാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ദേവപ്രശ്നമാണ്. 2014 നടന്ന ദേവപ്രശ്നത്തെ തുടർന്നാണ് ഈ കൊടിമരത്തിന് കുഴപ്പമുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചത്. അവിടുന്ന് അതിന് ആധാരമാകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 വീണ്ടും 2012 പോകേണ്ടി വരും. 2012 അനധികൃതമായിട്ട് ആരോ സ്പോൺസർ കയറിയിട്ട് കൊടിമരത്തേല് ലേപനം നടത്തിയെന്നാണ്. അങ്ങനെയാണ് ആ ദേവപ്രശ്നത്തിൽ വരുന്നത്. അത് പെയിന്റ് അടിച്ചു. ശബരിമലയിൽ 7 മീറ്റർ പൊക്കമുള്ള കൊടിമരത്തെ കയറി ആരോ പെയിന്റ് അടിച്ചു പോയി എന്നാണ്.
അതാണ് ദേവപ്രസിദ്ധി കണ്ടെത്തിയിരുന്നത്. നമ്മൾ ഇതിന്റെ ചരിത്രം പറയാൻ പോയി കഴിഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ ഞാനത് സംസാരിക്കാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ ഇതിനകത്ത് വേണ്ടി വരും, ഒരുപാട് അന്വേഷണങ്ങൾ വേണ്ടി വരും. 14അല്ല 11, 12, 11 നമ്മൾ കാണുന്ന ഒരു തടസ്സം എന്നുള്ള. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ഇന്നിപ്പോൾ കോടതി ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം ഈ കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി കേസിലെ കൂടുതൽ അറസ്റ്റ് എന്നുള്ളത് ഏതെങ്കിലും രൂപത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു തരത്തിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പല കുറി ആവർത്തിച്ചിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കാര്യത്തിന് മറുപടി പറയാൻ വേണ്ടി എന്നെ അനുവദിക്കണം. അതിലൊന്ന്, ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചില കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുനപോയ പഴകി തേഞ്ഞ ചില ആരോപണങ്ങൾ ആവർത്തിച്ച്, അത് ആയുധം നഷ്ടപ്പെട്ട ഒരാൾ നിരായുധനായി നിൽക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ ഞാനതിനെ കണക്കാക്കിയിട്ടുള്ളൂ. അതിലൊന്ന് കുറ്റപത്രമാണ്. കുറ്റപത്രത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപമുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഈ കേസ് കൃത്യമായി പരിശോധിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറയണമായിരുന്നു. ദേവസ്വം ബെഞ്ച് യാതൊരു തരത്തിലുള്ള ആക്ഷേപവും SIT സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, SIT വളരെ കൃത്യമായ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞ കാര്യം നമ്മുടെ മുമ്പേ ഉണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ SIT ഈ കേസ് എങ്ങോട്ട് അന്വേഷിക്കണമെന്നതിനെ സംബന്ധിച്ച് ദേവസ്വം ബെഞ്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ച് ഇന്നിപ്പോൾ വിജിലൻസിനെ കൊണ്ട് പുതിയൊരു കേസെടുത്ത് പ്രാഥമിക അന്വേഷണം നടത്തണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPMൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രമിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കുത്തുന്നതാണ്. അദ്ദേഹം ഉടൻ തന്നെ സോണിയാഗാന്ധിയെ വലിച്ചിഴയ്ക്കുന്നു, സദാനന്ദ ഗൗഡയെ ഞങ്ങളെന്തോ സംരക്ഷിക്കുന്നു. ഞങ്ങൾക്ക് എന്തിനാണ് സംരക്ഷിക്കേണ്ട കാര്യം? മിസ്റ്റർ അനൂപ്, എനിക്ക് നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായ വൈരുദ്ധ്യവുമില്ല. എനിക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. എന്തിനാണ് സ്വർണം കട്ടയാളും കട്ട മുതൽ വാങ്ങിയയാളും സോണിയാഗാന്ധിയെ കണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡിനോ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർക്കോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിക്കോ പറയാൻ കഴിയുമെങ്കിൽ നിങ്ങളൊരു മറുപടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അതൊന്ന് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ, ഈ പിണറായിയുടെ വലിയ ഫോട്ടോ, ഇതൊക്കെ കാലഹരണപ്പെട്ട ആരോപണങ്ങളാണ്, കല്ലുവച്ച നുണകളാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? വളരെ ഗൗരവതരമായിട്ടുള്ള ഈ സ്വർണ്ണ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിനിമാ നിർമ്മാതാക്കളിൽ നിന്ന്, സിനിമാ നടന്മാരിൽ നിന്ന്, മറ്റു പ്രമുഖ വ്യക്തികളിൽ നിന്ന് ഒക്കെ തന്നെ സ്വർണം സ്പോൺസർഷിപ്പായി വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ കണക്ക് ഞങ്ങളിലുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നിരവധി പവൻ്റെ സ്വർണം അവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നൊരു സാഹചര്യം, ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അത് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെലവൻ്റ് ആയിട്ടുള്ള പോയിൻ്റായി മാറാൻ വേണ്ടി പോവുകയാണ്. കസ്റ്റംസിൽ നിന്ന് നമ്മൾ സ്വർണം വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി വയ്ക്കുമ്പോഴും ഈ കൊടിമരത്തിന് വേണ്ടി അത്രയും സ്വർണം വേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല, ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ നിന്ന്, ഒരുപാട് സമ്പന്നരുടെ കയ്യിൽ നിന്ന്, ഭക്തരുടെ കയ്യിൽ നിന്ന് സ്പോൺസർഷിപ്പായി ആ കാലയളവിൽ അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗമായിരിക്കുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരുന്ന ആ ബോർഡിലെ ഈ 2 അംഗങ്ങളും ചേർന്ന് വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ചോദിക്കും CPMൻ്റെ പ്രതിനിധി വളരെ കൃത്യമായി പറഞ്ഞു, ഈ സ്വർണ്ണ കൊടിമര നിർമ്മാണത്തിന് വേണ്ടി തീരുമാനമെടുക്കുന്ന കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ ആബ്സൻസിലാണ് കൂടിയത്. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൂഢാലോചനയാണ്. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും സുരേഷ് കുമാർ, ഒന്നാമത്തെ കാര്യം, ഈ കൊടിമരം മാറ്റുന്ന പുനഃപ്രതിഷ്ഠാ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ ആദ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കൂടിയുള്ള ചിത്രം പുറത്തു വന്നു പിന്നീട്. അതുകൊണ്ട് അതങ്ങ് മുഴുവൻ വിശ്വസിക്കേണ്ട. അല്ലല്ല, അത് വരട്ടെ. തെളിവുകൾ വരുന്നതിനൊന്നും ഞങ്ങൾ എതിരൊന്നുമല്ല. ഇവിടുത്തെ ഒരു നമ്മുടെ മുമ്പ് കൺമുന്നിൽ തെളിവുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്കൊരു സ്വർണം നമ്മുടെ അമ്പലത്തിലേക്ക്, ശബരിമലയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും 3A രജിസ്റ്റർ പ്രകാരം കൃത്യമായിട്ടുള്ള റെസിപ്റ്റ് കൊടുക്കേണ്ടതാണ്. ഇവിടെ സെലിബ്രിറ്റീസിനോ സിനിമാ നിർമ്മാതാക്കൾക്കോ സമ്പന്നരായിട്ടുള്ള ഭക്തർക്കോ സ്പോൺസർഷിപ്പ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കോ ആ കാലയളവിലെ ഈ പറയുന്ന വലിയ വർത്തമാനം പറയുന്ന ശ്രീ അജയ് തറയിൽ ആദ്യം ഈ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, എനിക്ക് തോന്നുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. നിലവിൽ അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം നടത്തി ഇതിനെ പല കുറി ആവർത്തിച്ച് ഇടതുപക്ഷത്തിന് മേൽ ആരോപണം ചൊരിയുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹം ഈ റെസിപ്റ്റ് പോലും കൊടുക്കാത്ത ഒരാളായിരുന്നു എന്നുള്ളത് ഈ തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിയിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ആദ്യം തന്നെ
ഈ അന്വേഷണത്തിന് പരിധി നിശ്ചയിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ചാടി വീണ് രംഗത്തിറങ്ങിയത് എന്നത് നമ്മളിപ്പോൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ശരി, കോൺഗ്രസിന്റെ പ്രതിനിധി എന്തു പറഞ്ഞ് ആവർത്തിച്ച് നുണ പറഞ്ഞാലും ശരി, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. യഥാർത്ഥ വസ്തുത ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുകയാണ്. അതെന്താണ്? ഈ വാജി വാഹനമടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ദേവസ്വം മാനുവൽ പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ സ്വത്ത് സൂക്ഷിക്കേണ്ടുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖയടക്കം പറഞ്ഞിട്ടുണ്ട്. അത് ലംഘിച്ച്, നഗ്നമായി ലംഘിച്ചാണ് വാജി വാഹനം തന്ത്രിക്കായിക്കൊള്ളട്ടെ മറ്റാർക്കെങ്കിലും ആയിക്കൊള്ളട്ടെ സ്വകാര്യ വ്യക്തിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ചെയ്ത UDF കാലത്തെ ദേവസ്വം ബോർഡിനെയും അതിന് നേതൃത്വം നൽകിയ ആളുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരും ഇവിടെ പാരഡി പാട്ടും പാടി യഥാർത്ഥ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി, യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന കൊടിമര വിഷയം വരുമ്പോൾ യഥാർത്ഥ വിഷയമായി കൊടിമരം എത്തുകയാണ് അല്ലേ? അല്ല, ഞാൻ ഈ പറഞ്ഞത് ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ വിഷയങ്ങളെല്ലാം കണക്റ്റഡ് ആണ്. അതല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന ഈ പറയുന്ന പരാമർശങ്ങൾ അല്ലെങ്കിൽ ഉത്തരവ്, അതിന്മേൽ നടക്കുന്ന അന്വേഷണം, ശരി, അത് അവിടെ ഒരു വശത്ത് നടക്കുന്നു. നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ അന്വേഷണം നടന്ന ശേഷം അറസ്റ്റിലായവരുണ്ടല്ലോ, അറസ്റ്റിലായവരുടെ കാര്യത്തിൽ പാർട്ടി എന്ത് നിലപാടെടുത്തു എന്നുള്ള ചോദ്യം നിങ്ങളോട് എല്ലാ ദിവസവും ചോദിക്കേണ്ടി വരികയാണ്. കാരണം പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. 4 പേരെങ്കിലും CPM ബന്ധമുള്ളവരാണ്, CPM അംഗങ്ങളായവരാണ്, CPM നേതാക്കളായവരാണ്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ നിങ്ങളൊരു നിലപാടെടുക്കാതിരിക്കുകയും ഈ പറയുന്ന മുൻകാലത്തെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചേർന്ന് പോവുക? സ്മൃതി, അതിനകത്ത് എനിക്ക് മറുപടി പറയാൻ 1 മിനിറ്റ് സമയം വേണം. കൃത്യമായി പാർട്ടിയുടെ ഗോവിന്ദ മാഷടക്കമുള്ള ആളുകൾ വളരെ കൃത്യമായി അതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞതാണ്. കുറ്റപത്രം വരുമ്പോൾ ഇവരിൽ നിന്നുണ്ടായിട്ടുള്ള വിലോപം അത് കൃത്യവിലോപമാണോ അതോ ക്രിമിനൽ കോൺസ്പിറസിയിൽ ഇവർ പങ്കാളികളായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്കെതിരായി നടപടി ഉണ്ടാകും. അവർ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ട് എങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു വിവരം നാളിതുവരെ പുറത്തു വന്നിട്ടില്ല. ഒറ്റ കാര്യം പറയട്ടെ, ഒരു നേതാക്കന്മാരും CPM-ൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുത്തു ചാടിയിട്ടില്ല. പക്ഷേ കേസന്വേഷണം തങ്ങൾക്കെതിരെ തിരിയും എന്ന് കൃത്യമായ അറിവുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരുടെ നേതാക്കന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലല്ല സ്മൃതി, എന്നെ പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നാലും ശരി, ശ്രീ VD സതീശനായിരുന്നാലും ശരി, ഈ കേസിനെ വളരെ കൃത്യമായി വിമർശന വിധേയമായി പരിശോധിച്ചാൽ അതിൻ്റെ നാൾ വഴിയിൽ ഈ കേസിന് അന്വേഷണം തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത്? ഇത് ഒരു വ്യാപാരിക്ക് വിറ്റതിന് എൻ്റെ പക്കൽ തെളിവുണ്ട്, എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണം എങ്ങുമെത്താതെ നിൽക്കുകയാണ്. ഇദ്ദേഹം വ്യവസായിക്ക് വിറ്റു, അതിന് കടകംപള്ളി കാർമ്മികത്വം വഹിച്ചു എന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുമ്പോൾ അവിടെ ഒരു കീറ പേപ്പറിന്റെ തെളിവ് പോലും കൊടുക്കാൻ കഴിയാതെ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉഴറി നിൽക്കുകയാണ്. മറുപടി അനൂപ് തരുന്നേ, ഞാൻ എന്റെ ചോദ്യത്തിന് ഉത്തരം തരൂ. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു മിനിറ്റ് അങ്ങ് ഒരു വലിയ വെച്ചാൽ എന്റെ ഉത്തരം തരൂ, ചോദ്യത്തിന് ഉത്തരം തരൂ. ശ്രീ D. സുരേഷ് കുമാർ, ഈ പറയുന്ന ഓരോ കേസുകളിലും നിങ്ങൾ എത്രത്തോളം ഗൗരവം കാണുന്നു എന്നതും പ്രധാനമാണല്ലോ. സ്വർണ്ണ കേസ് ഗൗരവത്തിൽ കാണുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എങ്കിൽ, ഇപ്പോൾ അകത്തായിരിക്കുന്നവരുടെ കാര്യത്തിൽ പാർട്ടി നിലപാടെടുക്കണം, നടപടിയെടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് നല്ല വേഗമുണ്ടെന്നേ. കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ തീരുമാനം വന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ വേഗം ഈ സ്വർണ്ണപ്പാളി കേസിലില്ല, അല്ലെങ്കിൽ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട കേസിലില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങയുടെ മറുപടി എന്താണ്? അല്ല, ഇത് എന്താണെന്നറിയാവോ? കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും വല്ലാത്ത പ്രതിസന്ധി നീർച്ചുഴിയിലേക്ക് പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ആങ്കറുടെ വക ഒരു രക്ഷപ്പെടുത്തലിൻ്റെ സഹായ ഹസ്തം അവരിലേക്ക് നീളുന്നതാണ്. അതാണ് ഈ CPM-ൻ്റെ ഭാഗമായി അല്ലെങ്കിൽ CPM-മായി ബന്ധമുള്ള ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ ത്വരിത വേഗത്തിൽ അവർക്കെതിരെ എന്തുകൊണ്ട് സംഘടനാ നടപടി എടുക്കുന്നില്ല എന്നുള്ള ആവർത്തിച്ച ചോദ്യം ബഹുമാനപ്പെട്ട സ്മൃതിയുടെ ഭാഗത്ത് നിന്ന് എന്നിലേക്ക് ഞാനിത് മറുപടി പറഞ്ഞ കാര്യമാണ്. എല്ലാ ദിവസവും ചോദിക്കേണ്ടി വരാറുണ്ട്. ഞാൻ പറയാം
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുൻ MLA CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശ്രീ A. പത്മകുമാർ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ N. വാസു, ഈ ആളുകൾ അവർക്കുണ്ടായിട്ടുള്ള തെറ്റ് ഏതിലാണ്, എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് നെഗ്ലിജൻസ് ആണോ, ഇവർക്കുണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിലോപം അത് ഒപ്പിടുന്നതിലാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ, അതല്ല ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് സ്വർണ്ണത്തിൽ കണ്ണുവെച്ച് വന്ന ആളുകളുമായി ഇവർ ചേർന്ന് ഗൂഢാലോചന കോൺസ്പിറസി നടത്തിയിട്ടുണ്ടോ, അതുമല്ല ഈ കൂട്ടക്കൊള്ളയിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള വസ്തുനിഷ്ഠമായ വിവരങ്ങൾ പുറത്തു വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പാർട്ടിയിൽ തുടർന്നു പോകാൻ കഴിയുമെന്ന് സ്മൃതി കരുതുന്നുണ്ടോ? ശരി, അപ്പൊ ഒരു കുഴപ്പമില്ലാണ്ടാണ് ഇത്രയും ദിവസം അകത്ത് കിടക്കുന്നത്. ശരി ശരി, അനൂപ് മറുപടി കേൾക്കൂ. വെറുതെ അകത്ത് കിടക്കുകയാണ് അനൂപ് മറുപടി. ഇതാണ് ഈ രക്ഷപ്പെടുത്തൽ. എനിക്ക് സമയം വേണല്ലോ. അല്ലല്ല, താങ്കൾ കുറെ സമയമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അങ്ങ് പറയൂ. അനൂപ് അങ്ങോട് ചോദിച്ച അദ്ദേഹം ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടി വേഗം പറഞ്ഞോളൂ. ആദ്യം ഈ പറഞ്ഞ കടകംപള്ളിക്കെതിരായ കടകംപള്ളി കൊടുത്ത മാനനഷ്ട കേസ്. അയ്യോ, കടകംപള്ളി കൊടുത്ത മാനനഷ്ട കേസിൽ 20ഓളം രേഖകൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഹാജരാക്കിയിട്ടുണ്ടെന്നേ. 2 പ്രാവശ്യം കടകംപള്ളിയുടെ വക്കീല് സമയം ചോദിച്ചു, ഒരു പ്രാവശ്യം ഹാജരായിട്ടില്ല. ഇനിയും പിന്നെ ഇദ്ദേഹം ഒരു അഭിഭാഷകനാണല്ലോ. കടകംപള്ളിയുടെ ഈ മാനനഷ്ട കേസിൽ എന്റെ മാനനഷ്ടം സംഭവിച്ചു എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത ആർക്കാ? മാനനഷ്ട അല്ല പച്ച കള്ളമൊന്നുമല്ല. ഞാൻ ഇനി വേറെ കാര്യത്തിലേക്ക് വരാം. ഇദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് സ്മൃതി? അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഈ സ്വർണം കെട്ട ആളുകളെ സംരക്ഷിക്കുന്നില്ല എന്നാ. എന്താ സംരക്ഷണം എന്ന് പറയുന്നത്? അദ്ദേഹത്തിന് കൊടുക്കാവുന്ന പരമാവധി സംരക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോഴും ഭരണകക്ഷി പാർട്ടിയുടെ ഉന്നതമായ പൊളിറ്റിക്കൽ ബോഡിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് സംരക്ഷണം. ജയിലിൽ പോയ ആള് ഇതിൽ കൂടുതൽ എന്താ സംരക്ഷിക്കാനുള്ളത്? ജയിലിൽ പോയ ആൾക്ക് പോലീസിന് ആഭ്യന്തര വകുപ്പിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ? ഇപ്പോഴും ഭരണകക്ഷി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന മുഖ്യ പാർട്ടി അയാളെ ചേർത്ത് കാര്യങ്ങൾ വ്യക്തമല്ലേ? ഞാൻ പറയാം. താങ്കൾ സംസാരിക്കുമ്പോൾ താങ്കൾ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആളാണ്. എന്റെ അടുത്ത് വേണ്ട. ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്താ? അയ്യപ്പന്റെ പണം അപഹരിച്ച ആളുകളെ ഇപ്പോഴും പാർട്ടിയുടെ കമ്മിറ്റിയിൽ തുടരാൻ അനുവദിക്കുകയും രക്തസാക്ഷി ഫണ്ട് കട്ടു എന്ന് കാണിച്ച ആളുകളെ പാർട്ടിയുടെ പേരാണ് CPIM എന്ന് പറയുന്നത്. ഇത് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നിങ്ങൾ സംരക്ഷിച്ചില്ല എന്ന് പറയുമ്പോ അദ്ദേഹം ഇപ്പോഴും നിങ്ങളുടെ നേതാവാണെന്നേ. അതല്ലേ സംരക്ഷണം? അദ്ദേഹത്തെ നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്നേ. ഒരു രാഷ്ട്രീയമായ What do you mean by political protection? നിങ്ങൾ സംസാരിച്ചപ്പോ മിസ്റ്റർ സുരേഷ്, നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കാതെ സുരേഷ് കയ്യൂക്ക് കാണിക്കണ്ട. സുരേഷ് അവസാനം ഈ വിട്ടുള്ള ബഹളത്തിലേക്ക് പോകണ്ടെന്നേ. ഈ പാർട്ടി, അതെ, ഞാനൊരു കാര്യം പറയാം. ഈ കട്ടൊരാളെ ഇപ്പോഴും രാഷ്ട്രീയമായി സ്വർണം പോലും ഇപ്പോഴും അവർ സുരേഷിന്റെ പാർട്ടി നിങ്ങൾക്കാണ് മറുപടിയില്ലാത്തത്. നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടി വീണ്ടും പരിശോധനയ്ക്ക് അയക്കാൻ പോകുന്നു. അതായത് മൂന്നാമതും പരിശോധനയിലേക്ക് കടക്കുന്നു. ഇനി 3 പേർ കൂടി അറസ്റ്റിലാവുമെന്ന് കേൾക്കുന്നു. വരും ദിവസങ്ങളും നിർണായകമാണ്. നമുക്ക് കാത്തിരിക്കാം ആരാണ് ഇനി അറസ്റ്റിലാകുന്നതെന്ന്. ആരുടെ മിണ്ടാട്ടമാണ് മുട്ടിപ്പോവുക എന്ന് നമുക്ക് നോക്കാം. വളരെ നന്ദി അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് VR അനൂപ്, ശ്രീ TK രാജഗോപാൽ, ശ്രീ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ ചർച്ചയിൽ പങ്കെടുത്തത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.